നമസ്കാരം. ജ്യോതിസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ജോഗ്രഫിയാണ്. ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സീസൺ ആൻഡ് ടൈം, ഋതുക്കളും സമയവും. അതിൽ ഒരു 4-5 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, വാട്ട് ആർ ദ കാസസ് ഓഫ് സീസൺ? ഋതുക്കൾക്ക് കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. എന്താണ് റൊട്ടേഷൻ? ഭ്രമണം. എന്താണ് റെവല്യൂഷൻ? എന്താണ് പരിക്രമണം? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങും, അതിനെ റൊട്ടേഷൻ എന്ന് വിളിക്കും. എർത്ത് റൊട്ടേറ്റ് ഇറ്റ്സ് ഓൺ ആക്സിസ്, ദാറ്റ് ഈസ് കാൾഡ് റൊട്ടേഷൻ. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ദാറ്റ് ഈസ് കാൾഡ് റെവല്യൂഷൻ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങും, അതിനെ പരിക്രമണം എന്ന് വിളിക്കും. അപ്പോൾ ഭ്രമണം, പരിക്രമണം. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ ഭ്രമണമെന്നും സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ പരിക്രമണമെന്നും വിളിക്കും. അപ്പോൾ ഇനി അടുത്തത് ഭ്രമണമായി, പരിക്രമണമായി. അടുത്തത് ഋതുക്കൾക്ക് കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് പരിക്രമണമാണ്. ഋതുക്കൾക്ക് കാരണം ഒന്ന് പരിക്രമണമാണ്, റെവല്യൂഷൻ. 2, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് ആൻഡ് ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്. ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. എന്താണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? ഭൂമിക്ക് ഒരു ചരിവുണ്ട്. ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ ഒരു ചരിവ് ആ വലം വയ്ക്കുന്നതിലുടനീളം നിലനിർത്തുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരിക്രമണം എന്ന് വിളിക്കുന്നത്. അത് ചരിഞ്ഞാണ് പോകുന്നത്. അത് ലംബതലത്തിൽ 23.5 ഡിഗ്രി, പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി, അതായത് 90 ഡിഗ്രിയിൽ നിന്ന് 23.5 ഡിഗ്രി കുറച്ചാൽ 66 ഡിഗ്രി. അത് പരിക്രമണ തലത്തിലും 23.5 ഡിഗ്രി ലംബതലത്തിലും നിലനിർത്തുന്നു. അപ്പോൾ ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ ലംബതലത്തിൽ 23.5 ഡിഗ്രിയും പരിക്രമണ തലത്തിൽ 66 ഡിഗ്രിയും. 90 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കുന്നത് 66 ഡിഗ്രി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 23 ഡിഗ്രി. ഇത് നിലനിർത്തുന്നതായിട്ട് കാണാം. ഇതിനെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് വിളിക്കുന്നത്, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. എന്താണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? The axis of earth is tilted. അതായത് ഭൂമിയുടെ അച്ചുതണ്ട് ചരിഞ്ഞിരിക്കുന്നു. The axis of the earth is tilted at an angle of 66.5 degree from the orbital plane and 23.5 degree in vertical plane. This is called the earth maintains this throughout the revolution. The earth maintain this tilt throughout the revolution. ഈ ചരിവ് പരിക്രമണ തലത്തിലുടനീളം നിലനിർത്തുന്നു. ഇതിനെയാണ് വിളിക്കുന്നത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. അപ്പോൾ എന്താണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? The axis of the earth is tilted 66.5 degree from the orbital plane and 23.5 degree at vertical plane. The earth maintains this tilt throughout the revolution. ഈ റെവല്യൂഷനിലുടനീളം ഈ ചരിവ് ഇങ്ങനെ നിലനിർത്തും. ഈ കറക്കത്തിലുടനീളം ഈ ചരിവ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. അത് ലംബതലത്തിൽ 23.5 ഡിഗ്രിയും പരിക്രമണ തലത്തിൽ 66 ഡിഗ്രിയുമാണ്. ഇത് സൂര്യന് ചുറ്റും വലമയ്ക്കുമ്പോഴെല്ലാം ഈ ചരിവ് നിലനിർത്തുന്നതായിട്ട് കാണാം. ഇതാണ് അച്ചുതണ്ടിന്റെ സമാന്തരത, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. നെക്സ്റ്റ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. സൂര്യന്റെ അയനം. എന്താണ് ഈ സൂര്യന്റെ അയനം? അപ്പോൾ ഋതുക്കൾക്ക് കാരണം ഒക്കറൻസ് ഓഫ് സീസൺ അത് 3 എണ്ണമാണ്. ഒന്ന് റെവല്യൂഷൻ, 2 ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്
അച്ചുതണ്ടിന്റെ ചരിവ്. 3 പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, അച്ചുതണ്ടിന്റെ സമാന്തരത. അയനം, സൂര്യന്റെ അയനം എന്താണ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ദ സൺ ഷിഫ്റ്റ് അപ്പാരന്റ്ലി ഷിഫ്റ്റ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ഭൂമധ്യരേഖ, ഭൂമിയുടെ മധ്യത്തു കൂടി പോകുന്ന രേഖ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് മുകളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ 23 ഡിഗ്രി. തൊട്ട് താഴെയായിട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ. പരിക്രമണത്തിലുടനീളം, അതായത് റെവല്യൂഷനിലുടനീളം അച്ചുതണ്ടിന്റെ സമാന്തരത നിലനിർത്തുന്നതിന് വേണ്ടി, പരിക്രമണത്തിലുടനീളം അച്ചുതണ്ടിന്റെ സമാന്തരത നിലനിർത്തണം. ആ ആക്സിസ്, ഭൂമിയുടെ ചരിവ് നിലനിർത്തണം. ആ ചരിവ് നിലനിർത്തുന്നതിന് വേണ്ടി ഭൂമിക്ക് ആനുപാതികമായി സൂര്യൻ അതിന്റെ സ്ഥാനം മാറ്റിക്കൊടുക്കും. അതിന്റെ ഫലമായി സൂര്യൻ 23.5 ഡിഗ്രി മുകളിലോട്ടും 23.5 ഡിഗ്രി താഴോട്ടും, അതായത് 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലും, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ട് സൂര്യൻ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും സ്ഥാനം മാറ്റിക്കൊടുക്കും. ഇതിനെയാണ് വിളിക്കുന്നത് സൂര്യന്റെ അയനം. അപ്പോൾ എന്താണ് സൂര്യന്റെ അയനം? ദ സൺ ഷിഫ്റ്റ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് Capricorn and Tropic of Cancer, since the parallelism is maintained throughout the revolution. The position of the sun varies in relation to the earth. സൂര്യന് ആനുപാതികമായി ഭൂമി സ്ഥാനം മാറ്റിക്കൊടുക്കുന്നതിന്റെ ഫലമായി സൂര്യൻ 23.5 ഡിഗ്രി മുകളിലോട്ടും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കും സ്ഥാനം മാറ്റിക്കൊടുക്കും. ഇതിനെയാണ് സൂര്യന്റെ അയനം എന്ന് വിളിക്കുന്നത്. ദ പൊസിഷൻ ഓഫ് ദ സൺ ചേഞ്ചസ് ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദിസ് ഈസ് കാൾഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ഇനി നെക്സ്റ്റിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവം എന്ന് പറയുന്നതാണ്, ഇക്വിനോക്സ്. നമുക്കറിയാം വിഷുവിന്റെ പ്രത്യേകത എന്താണ്? വിഷുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകലിന്റെ അളവും രാത്രിയുടെ അളവും തുല്യമാണ്. നമ്മുടെ വിഷുവിന്റെ പ്രത്യേകത അതാണ്. രാത്രിയുടെ അളവും തുല്യമാണ്, പകലിന്റെ അളവും തുല്യമാണ്. മാർച്ച് 21 ഭൂമധ്യരേഖയുടെ നേരെ ആരെത്തും? സൂര്യനെത്തും. മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പൊ 2 ദിവസം വിഷുവങ്ങളാണ്. മാർച്ച് 21 സെപ്റ്റംബർ 23, 2 ദിവസമാണ് വിഷു. നമ്മുടെ മലയാളികൾ ഒരു ദിവസം വിഷുവായിട്ട് ആഘോഷിക്കുന്നത് 14-നാണ്. പക്ഷേ മാർച്ച് 21 സെപ്റ്റംബർ 23 the position of the sun will be over the equator. സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയുടെ തൊട്ട് മുകളിലെത്തും. The equal amount of sunlight is received both hemisphere. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും പ്രകാശത്തിന്റെ അളവ്, സൂര്യന്റെ പ്രകാശത്തിന്റെ അളവ് ഒരേപോലെ ആയിരിക്കും. തുല്യ രാത്രിയും തുല്യ പകലുകളുമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എന്തായിരിക്കും? ഈക്വൽ സൺലൈറ്റ് ആയിരിക്കും. ഇക്വിനോക്സ് എന്താണ്? ഇക്വിനോക്സ് on March 21 and September 23. March 21 and September 23. The position of the sun will be over the equator. The equal amount of sunlight is received both hemisphere, both northern hemisphere and southern hemisphere. This is called equinox. മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. ഭൂമധ്യരേഖ അറിയാലോ, അതിന് നേർമുകളിലായിരിക്കും. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും സൂര്യന്റെ സ്ഥാനം. അന്ന് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സൂര്യപ്രകാശത്തിന്റെ അളവ് ഒരുപോലെയായിരിക്കും. അതായത് തുല്യ പകലും തുല്യ രാത്രിയുമായിരിക്കും. ഇതിനെയാണ് വിളിക്കുന്നത് ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സമ്മർ സോളിസ്റ്റിസ്, ഗ്രീഷ്മ അയനാന്ത ദിനം. സമ്മർ എന്ന് വെച്ചാൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ഇപ്പോൾ നേരത്തെ ഇക്വിനോക്സ് സമയത്ത് സൂര്യൻ
മാർച്ച് 21 സൂര്യൻ വന്ന് ഭൂമധ്യരേഖയുടെ തൊട്ട് മുകളിൽ നിൽക്കുകയാണ്. ഇനി സൂര്യൻ നേരെ മുകളിലോട്ട് പോകുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോവുകയാണ്. ഉത്തരായന രേഖയിലേക്ക് പോവുകയാണ് സൂര്യൻ. അതായത് മാർച്ച് 21 മുതൽ സൂര്യൻ ഇങ്ങനെ ഭൂമധ്യരേഖയിൽ നിന്നും പതുക്കെ 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 ജൂൺ 21 സൂര്യൻ എവിടെ എത്തുന്നു? ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലെത്തുന്നു. നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ എത്തുകയാണ്. എന്ന് മുതലാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ആ സമയ കാലയളവിൽ 3 മാസം കൊണ്ട് സൂര്യൻ എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തുന്നു. അന്ന് ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉൾപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ അളവ് കൂടുതലും ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിയുടെ അളവ് കൂടുതലുമായിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സോളിസ്റ്റിസ്. അപ്പോൾ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. സൂര്യൻ നിൽക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ, ട്രോപ്പിക് ഉത്തരായന രേഖയിലാണ്. ഉത്തരായന രേഖയിലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പോൾ ഗ്രീഷ്മ അയനാന്ത ദിനം മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. അതുവരെ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ വാട്ട് ഈസ് സമ്മർ സോളിസ്റ്റിസ്? ഫ്രം മാർച്ച് 21 ടു ജൂൺ 21. From March 21 to June 21, the sun will be above Tropic of Cancer. This day is summer solstice. On this day, the longest days are experienced in Northern Hemisphere. മാർച്ച് 21 സെപ്റ്റംബർ 23. വീണ്ടും പറയുകയാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23. ഭൂമധ്യരേഖയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യൻ നേരെ ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോവുകയാണ്. ജൂൺ 21 വരെ നേരെ പോവുകയാണ്. എന്നിട്ട് താഴോട്ട് വരികയാണ്. സെപ്റ്റംബർ 23 വീണ്ടും അത് എവിടെ എത്തുന്നു? ഭൂമധ്യരേഖയുടെ മുകളിലെത്തുന്നു. സെപ്റ്റംബർ 23 വീണ്ടും സൂര്യൻ താഴോട്ട് വരുന്നു. മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. താഴോട്ട് വന്ന് സെപ്റ്റംബർ 23 ഭൂമധ്യരേഖ, അതാണ് പറഞ്ഞത് 2 ദിവസം ഉണ്ടെന്ന് പറഞ്ഞത്. 21 സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 വന്നതിന് ശേഷം വീണ്ടും താഴോട്ട് പോകുന്നു. ഇങ്ങോട്ട് ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖയിലേക്ക് പോകുന്നു. ഡിസംബർ 22 വരെ വീണ്ടും ഡിസംബർ 22, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ അത് എങ്ങോട്ട് പോകുന്നു? ഏതിനു മുകളിലെത്തുന്നു? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തുന്നു. അപ്പോൾ അവിടെയായിരിക്കും എന്ത് കൂടുതൽ? പകലിൻ്റെ അളവ് കൂടുതൽ. എന്നാൽ നമ്മൾ ഉൾപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ അളവ് കുറവായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിൻ്റെ അളവ് കൂടുതലും ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ അളവ് കുറവുമായിരിക്കും. അപ്പോൾ എവിടെയാണ് പകലിൻ്റെ അളവ് കുറവ്? സൂര്യൻ എവിടെ എത്തിയിരിക്കുകയാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലാണ്. സൂര്യൻ എത്തിയിരിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യൻ എത്തിയിരിക്കുന്നതിനാൽ പകലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ അളവ് കുറവായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ശൈത്യ അയനാന്ത ദിനം അല്ലെങ്കിൽ വിന്റർ സോളിസ്റ്റിസ്. അപ്പോൾ എന്താണ് വിന്റർ സോളിസ്റ്റിസ്? From September 23 to December 22, the sun reaches vertically on Tropic of Capricorn. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ ഏതിനു മുകളിലായിരിക്കും? ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിരിക്കും. അപ്പോൾ ലോങ്ങസ്റ്റ് നൈറ്റ്, കൂടുതൽ രാത്രികൾ അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും? മുകളിലായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും. അപ്പോൾ ലോങ്ങസ്റ്റ് നൈറ്റ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഓൺ നോർത്തേൺ ഹെമിസ്ഫിയർ. ലോങ്ങസ്റ്റ് നൈറ്റ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഓൺ നോർത്ത്. എപ്പോഴും നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ വെച്ചാണ് പറയുന്നത്. കാരണം നമ്മൾ താമസിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് നൈറ്റുകളാണ്. ഇതിനെ വിളിക്കുന്നവരാണ് വിന്റർ സോളിസ്റ്റിസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന്? വാട്ട് ആർ ദ കാസസ് ഓഫ് സീസൺ? ഋതുക്കൾക്ക് കാരണം. 2, പാരലിസം ഓഫ് എർത്ത് ആക്സിസ്. 3, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. 4, ഇക്വിനോക്സ്. 5, സമ്മർ സോളിസ്റ്റിസ്. 6, വിന്റർ സോളിസ്റ്റിസ്. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിന് ചിലപ്പോൾ പാകപ്പിഴകൾ എന്തെങ്കിലുമൊക്കെ കാണും, അത് സദയം ക്ഷമിക്കുക. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക? പിന്നെ വാട്സപ്പിലൂടെ ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് പടം വരച്ചൊക്കെ കാണിക്കേണ്ടതാണ്. നമുക്ക് ചില അഭാവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്നാലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.